ശ്രീനാരായണ ഗുരുദേവൻ അവിടുത്തെ കർമ്മകാണ്ഡത്തിന് ആരംഭം കുറിച്ചത് അരുവിപ്പുറത്ത് നിന്നാണ്. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നിർവഹിച്ചതിന് ശേഷം പിന്നീട് ഗുരു അവിടെ ആദ്യമായി ഉണ്ടാക്കിയ പ്രസ്ഥാനം വാവൂട്ട് യോഗമാണ്. പിതൃകർമ്മം അനുഷ്ഠിക്കുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് വാവൂട്ട് യോഗം ഗുരു അരുവിപ്പുറത്ത് സ്ഥാപിച്ചത്. അതിൽ നിന്ന് ശ്രീനാരായണ ഗുരുദേവൻ പിതൃകർമ്മം നടത്തുന്നതിന് അനുകൂലമായി നിന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുടെ സ്ഥിരകേന്ദ്രം വർക്കലയിലേക്ക് മാറ്റുകയും ശിവഗിരിയിലും ഇപ്രകാരം പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനായിട്ട് ഗുരുദേവൻ സശരീരനായിരുന്ന സന്ദർഭത്തിൽ തന്നെ സൗകര്യം ഒരുക്കുകയുണ്ട്. വർക്കലയിൽ നിന്നാണ് ഗുരു ആലുവയ്ക്ക് വരുന്നതും ഇവിടെ അദ്വൈതാശ്രമം 1912 സ്ഥാപിക്കുന്നു. അദ്വൈതാശ്രമം സ്ഥാപിച്ചതിന് ശേഷവും ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെയും പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് സൗകര്യം ഏർപ്പെടുത്തുകയുണ്ടായി. ശ്രീനാരായണ ഗുരുദേവൻ മനുഷ്യരുടെ പ്രായോഗിക ജീവിതം എപ്രകാരമായിരിക്കണം എന്നത് സംബന്ധിച്ച് അരുളി ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉള്ളടങ്ങുന്ന കൃതിയാണ് ശ്രീനാരായണ ധർമ്മം. ശ്രീനാരായണ ധർമ്മത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ എല്ലാ മനുഷ്യരും അനുഷ്ഠിക്കേണ്ട പഞ്ചമഹായജ്ഞങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പഞ്ചമഹായജ്ഞം എന്ന് പറയുന്നത് ബ്രഹ്മയജ്ഞം, ദൈവയജ്ഞം, ഭൂതയജ്ഞം, പിതൃയജ്ഞം, മാനുഷിക യജ്ഞം എന്നിങ്ങനെ 5 യജ്ഞങ്ങൾ ഓരോ മനുഷ്യനും അനുഷ്ഠിക്കണം എന്നാണ് ഗുരു സൂചിപ്പിച്ചിരിക്കുന്നത്. ബ്രഹ്മയജ്ഞം എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത് മതഗ്രന്ഥങ്ങൾ, വിശേഷ്യ വേദഗ്രന്ഥങ്ങൾ, പ്രപഞ്ച സത്യത്തെ ഗ്രഹിച്ച മഹാത്മാക്കളുടെ വചനങ്ങൾ ഇവ പഠിക്കുക എന്നുള്ളതാണ് ബ്രഹ്മയജ്ഞം. ദൈവപ്രീതിക്ക് വേണ്ടി നടത്തുന്ന കർമ്മങ്ങളാണ് ദൈവയജ്ഞം. പിതൃക്കളെ സ്മരിക്കുന്നതിന് വേണ്ടി അനുഷ്ഠിക്കുന്ന കർമ്മത്തെക്കുറിച്ചും ശ്രീനാരായണ ധർമ്മത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതാണ് പിതൃയജ്ഞം എന്ന് പറയുന്നത്. മറ്റ് ജീവരാശികൾക്ക് കൂടി അവകാശപ്പെട്ട ഈ ഭൂമിയിലെ വിഭവങ്ങൾ അവയ്ക്ക് കൂടി പകുത്തു നൽകുന്നതാണ് ഭൂതയജ്ഞം. വീട്ടിലെത്തിച്ചേരുന്ന അതിഥികളെയും മറ്റ് വിശിഷ്ടരെയും ഒക്കെ വേണ്ടവണ്ണം പരിചരിക്കുന്നതാണ് മനുഷ്യയജ്ഞം. അപ്പോൾ ഓരോ മനുഷ്യനും അനുഷ്ഠിക്കേണ്ടതാണ് ഈ പഞ്ചമഹായജ്ഞങ്ങൾ. അവിടെയും ഗുരു പിതൃയജ്ഞത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കെല്ലാം ഈ ശരീരം നൽകിയതും നമ്മെ പോറ്റി വളർത്തിയതും ഒക്കെ തന്നെ നമ്മുടെ മാതാപിതാക്കളാണ്. മാതാപിതാക്കളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ജീവൻ നൽകിയതും അവരെ വളർത്തിയതും അവർക്ക് മുൻപുള്ള തലമുറയിൽപ്പെട്ടവരാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ഒരു തുടർച്ചയാണ് നാം ഓരോരുത്തരും. തുടർന്നും നമുക്ക് തുടർന്നുള്ള തലമുറകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് നാം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നമുക്ക് ഈ ലോകത്ത് ഒരു അസ്തിത്വത്തെ പ്രദാനം ചെയ്ത പൂർവികരോടുള്ള ഒരു കൃതജ്ഞത അർപ്പിക്കുന്ന ചടങ്ങു കൂടിയാണ് വാസ്തവത്തിൽ ഈ പിതൃകർമ്മം. എന്നാൽ ഇത് ശ്രാദ്ധാദി കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു തലം കൂടിയുണ്ട്. ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുന്ന കർമ്മത്തെയാണ് ശ്രാദ്ധം എന്ന് പറയുന്നത്. അത് മരണാനന്തരം മാത്രം നിർവഹിക്കേണ്ട ഒന്നല്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പൂർവികരെ, നമുക്ക് അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ വേണ്ടവണ്ണം പരിചരിക്കുക, അല്ലെങ്കിൽ അതിന് മുൻപുള്ള തലമുറയിൽപ്പെട്ടവരെ നമുക്ക് നമ്മളാൽ കഴിയുന്ന നിലയിൽ അവർക്ക് വേണ്ട ശുശ്രൂഷ നൽകുക, അതും ശ്രാദ്ധം തന്നെയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ അവർ ഈ ലോകത്തു നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഒരു അസ്തിത്വത്തെ പ്രദാനം ചെയ്ത അവരെ കൃതജ്ഞതയോടുകൂടി സ്മരിക്കുന്നതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. എന്തുകൊണ്ടെന്നാൽ നാം ഈ പിതൃസ്മരണ നിലനിർത്തുന്നത് നമ്മുടെ തുടർന്നുള്ള തലമുറയിലുള്ളവർ കാണാൻ ഇടവരികയും തീർച്ചയായിട്ടും മുതിർന്നവരെ അല്ലെങ്കിൽ
നമുക്ക് മുൻപുള്ള തലമുറയിൽ പെട്ടവരെ വേണ്ട രീതിയിൽ പരിഗണിക്കുകയും അവർക്ക് വേണ്ട ശുശ്രൂഷ നടത്തുകയും ചെയ്യേണ്ടത് തങ്ങളുടെ കൂടി ധർമ്മമാണെന്ന് പുതിയ തലമുറയ്ക്ക് നാം നൽകുന്ന ഒരു സന്ദേശം കൂടിയാണ്. അതുകൊണ്ട് ഈ പിതൃകർമ്മം എല്ലാ മനുഷ്യരും കൃത്യമായി തന്നെ അനുഷ്ഠിക്കേണ്ടതാണ്. ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് പിതൃകർമ്മം. ഈ പിതൃകർമ്മം അനുഷ്ഠിക്കുക വഴി വാസ്തവത്തിൽ സ്വന്തം ജീവിതത്തെ കൂടി സുരക്ഷിതമാക്കുകയാണ് ഓരോ ഗൃഹസ്ഥനും ചെയ്യുന്നത്. വാസ്തവത്തിൽ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തുടർന്നുള്ള തലമുറയ്ക്ക് തെറ്റായൊരു സന്ദേശമായിരിക്കും നൽകുക. പൂർവികരെ മരിക്കാത്തവരായി നാം നിലകൊള്ളുന്നത് കാണുന്ന നമ്മുടെ അടുത്ത തലമുറ തീർച്ചയായിട്ടും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മെ അവഗണിക്കുവാൻ തുടങ്ങും. അതുകൊണ്ട് ശ്രാദ്ധാദി കർമ്മങ്ങൾ വാസ്തവത്തിൽ പിതൃക്കൾക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് കൂടി വേണ്ടി അനുഷ്ഠിക്കുന്ന ഒരു ചടങ്ങായിട്ട് കണക്കാക്കുക.